എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് വന്നിട്ടുള്ള കോസ്റ്റസ് വുഡ്സോണി അല്ലെങ്കിൽ റെഡ് ബട്ടൺ ജിഞ്ചർ പ്ലാന്റ് എന്നറിയപ്പെടുന്ന ഈ പ്ലാന്റിനെ കുറിച്ച് പരിചയപ്പെടുത്താനാണ്. അപ്പോൾ പുതിയതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പം ഒട്ടും താമസിക്കേണ്ട, വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ കോസ്റ്റസ് പ്ലാന്റ്സ് തന്നെ ധാരാളം വെറൈറ്റികളുണ്ട്. ഓരോ വെറൈറ്റിക്കും പല പ്രത്യേകതകളുണ്ട്. അതിൻ്റെ പൂക്കൾക്കും പൂക്കളുടെ നിറത്തിനും ഒക്കെ പ്രത്യേകതകളുണ്ടായിരിക്കും. നമ്മുടെ നാട്ടിലൊക്കെ കണ്ടുവരുന്ന ഒരു ഔഷധ ഗുണമൊക്കെയുള്ളൊരു കോസ്റ്റസ് പ്ലാന്റ് ഉണ്ട്. കോസ്റ്റസ് സ്പീഷ്യോസിസ് എന്നാണ് അതിൻ്റെ പേര്. അതിനെ ഇൻസുലിൻ ചെടിയെന്നും ഒക്കെ വിളിക്കാറുണ്ട്. ഈ രണ്ട് ചെടികളും ഏകദേശം ഒരേപോലെയൊക്കെയാണ് ഇരിക്കുന്നത്. വലിയ കെയറൊന്നും ആവശ്യമില്ലാതെ വളർന്നു വരുന്ന ഒരു ചെടിയാണിത്. അതുപോലെ തന്നെ നല്ല ഷെയ്ഡുള്ളിടത്ത് വെച്ചാൽ വളരെ പെട്ടെന്ന് തന്നെ വളർന്നു വരും. ഡയറക്റ്റായിട്ട് സൺലൈറ്റ് കിട്ടുന്നിടത്ത് ഈ പ്ലാന്റ് വെക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം വേറൊന്നുമല്ല, അങ്ങനെ വെക്കുമ്പോൾ നമ്മുടെ പ്ലാന്റിൻ്റെ ഇലകൾ പെട്ടെന്ന് കരിഞ്ഞ് നശിച്ചു പോകും. നല്ലൊരു ഷെയ്ഡ് കിട്ടുന്നിടത്ത് ഈ പ്ലാന്റ് സെറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അടുത്തതായിട്ട് പോട്ടി മിക്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മണ്ണും മണലും ചാണകപ്പൊടിയും അതുപോലെ തന്നെ കോക്കോപീറ്റും ചേർന്ന പോട്ടി മിക്സാണ് ഞാൻ ഈ പ്ലാന്റിന് വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ വെള്ളത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നന്നായിട്ട് വെള്ളം ആവശ്യമുള്ളൊരു പ്ലാന്റാണിത്. ദിവസവും നനച്ച് കൊടുക്കണം നമുക്ക് ഈ പ്ലാന്റ്. അതുപോലെ തന്നെ നല്ല ഈർപ്പമുള്ള മണലൊക്കെ ആണെങ്കിൽ നമ്മുടെ പ്ലാന്റ് പെട്ടെന്ന് വളർന്നു വരും. നമ്മുടെ പോട്ടി മിക്സിൻ്റെ കൂടെ നമ്മൾ ഈ കോക്കോപീറ്റ് യൂസ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് എപ്പോഴും നമ്മുടെ മണ്ണിലൊരു ഈർപ്പം നിലനിർത്താനായിട്ട് സാധിക്കും. ഇത് നമുക്ക് ചട്ടിയിലോ അതുപോലെ തന്നെ നിലത്തോ എങ്ങനെ വേണമെങ്കിലും വളർത്താം. എങ്ങനെ വളർത്തിയാലും ഇത് നന്നായിട്ട് നല്ല ശിഖരങ്ങളൊക്കെ പൊട്ടിയുണ്ടാകും. ഇതിൻ്റെ വേരിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ ഇഞ്ചിയുടെയൊക്കെ വേരില്ല, അതുപോലെ ആയിരിക്കും ഇതിൻ്റെ വേര് നന്നായിട്ട് പൊട്ടി വളരുന്ന ഒരു പ്ലാന്റാണിത്. പൊട്ടി വളരുന്ന ശിഖരങ്ങളിലൊക്കെ നന്നായിട്ട് പൂക്കളും കാണും. ഏകദേശം 4 അടിയോളമൊക്കെ പൊക്കം വയ്ക്കുന്ന ഒരു പ്ലാന്റാണിത്. ഇതിൽ ഓരോ പൂങ്കുലകളായിട്ടാണ് പൂക്കൾ ഉണ്ടാകുന്നത്. ഒരു പൂങ്കുലയ്ക്ക് ഏകദേശം 5 മുതൽ 15 സെൻറ്റിമീറ്റർ വരെ നീളമുണ്ടാകും. നല്ല ചുവന്ന കളറിലെ പൂക്കളാണ് ഇതിലുണ്ടാക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഈ പൂക്കൾ ഒരുപാട് നാൾ ഈ ചെടിയിൽ തന്നെ ഇങ്ങനെ നിൽക്കും. പൂക്കളുടെ കാര്യം പറയുകയാണെങ്കിൽ നല്ല തേനുള്ള പൂക്കളാണ് ഈ പ്ലാന്റിൽ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ബട്ടർഫ്ലൈനെയും അതുപോലെ തന്നെ ഉറുമ്പിനെയും ഒക്കെ ഈ പ്ലാന്റ് ആകർഷിക്കാറുണ്ട്. ഇതിൻ്റെ പൂക്കളുടെ കാര്യം ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ഒരുപാട് നാൾ ഇതുപോലെ ഒരേ പോണക്ക് ഇങ്ങനെ വാടാതെ നിൽക്കും. നമുക്ക് ഫ്ലവർ അറേഞ്ച്മെൻറ്റിനൊക്കെ വേണമെങ്കിൽ കട്ട് ഫ്ലവർ ആയിട്ടൊക്കെ ഈ ഫ്ലവർ യൂസ് ചെയ്യാം. പിന്നെ നമുക്കിതിൻ്റെ പുതിയ ചെടി വളർത്തിയെടുക്കാൻ അത്ര വലിയ പ്രയാസമൊന്നുമില്ല. നമുക്കിതിൻ്റെ തണ്ട് ഒടിച്ച് വെച്ചിട്ട് വളർത്താം. അതുപോലെ തന്നെ ഇതിൻ്റെ കിഴങ്ങ് ഭാഗം നട്ടാലും മതി. പിന്നെ ഇതിൻ്റെ പൂങ്കുലകളിൽ ഉണ്ടാകുന്ന പൂക്കൾ കൊഴിയും. അപ്പോൾ അവിടെ വിത്തുകളുണ്ടാകും. ആ വിത്തുകൾ നട്ടിട്ടാണെങ്കിലും നമുക്ക് പുതിയൊരു ചെടി വളർത്തിയെടുക്കാവുന്നതാണ്. ഞാൻ ഇതിൻ്റെ പൂവിൻ്റെ പ്രത്യേകത പറഞ്ഞല്ലോ. ഏകദേശം 1 മാസത്തോളം നമ്മുടെ ഈ പൂവ് ഇങ്ങനെ വാടാതെ ഇതുപോലെ തന്നെ നിൽക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ വിത്തുകളൊക്കെ പൂങ്കുലകളിൽ വന്നിട്ട് പൊട്ടി അവിടെ വെച്ച് തന്നെ ഇങ്ങനെ മുള പൊട്ടാറുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് തന്നെ ഇത് കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ്. പിന്നെ സമ്മർ സീസണിലൊക്കെ ആണെങ്കിൽ നന്നായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കണം. രാവിലെയും വൈകിട്ടും വെള്ളം ഒഴിക്കണം. നമ്മുടെ മണ്ണിന് എപ്പോഴും നല്ല ഈർപ്പം ഉണ്ടായിരിക്കണം. പിന്നെ കീടങ്ങളുടെ ശല്യമൊന്നും അങ്ങനെ ഈ പ്ലാന്റിന് വലുതായിട്ട് കണ്ടുവരുന്നില്ല. അഥവാ അങ്ങനെ ഉണ്ടെങ്കിലും നീം ഓയിൽ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതിയാകും. പിന്നെ വളത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ജൈവവളം യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഞാൻ ചാണകപ്പൊടിയാണ് കൂടുതലും എൻ്റെ പ്ലാന്റുകൾക്ക് യൂസ് ചെയ്യുന്നത്. ഇത് നന്നായിട്ട് പൊട്ടി വളരുന്ന ഒരു പ്ലാന്റാണ്. നമ്മൾ കുഞ്ഞ് ചെടിച്ചട്ടിയിലൊക്കെയാണ് വെച്ചിരിക്കുന്നതെങ്കിൽ അത് വളരുന്നതിനനുസരിച്ച് ചട്ടി മാറ്റാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ നമ്മുടെ പോട്ടിൽ നിന്ന് ഈ പ്ലാന്റ് മുരടിച്ച് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ വളരുന്നതിനനുസരിച്ച് പോട്ട് മാറാൻ ശ്രമിക്കുക. പിന്നെ പൂക്കൾ വന്ന് വാടി അടർന്നു പോയി കഴിയുമ്പോൾ ആ ഒരു തണ്ട് കട്ട് ചെയ്ത് മാറ്റാൻ കൂടി പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഈ പ്ലാന്റിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഇത്രയൊക്കെയാണ് ഉള്ളത്. അപ്പോൾ ഇതുവരെ നിങ്ങൾ ആരും ഈ പ്ലാന്റ് വളർത്തി നോക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമ്മൾ വീടിൻ്റെ ഗാർഡനൊക്കെ സെറ്റ് ചെയ്യുവാണെങ്കിൽ തിരഞ്ഞെടുക്കാൻ പറ്റിയ നല്ലൊരു പ്ലാന്റാണിത്.
ഞാൻ പറഞ്ഞല്ലോ ഈ പൂ ഏകദേശം 1 മാസത്തോളം ഇങ്ങനെ വാടാതെ തന്നെ നിൽക്കും. നമ്മൾ ഗാർഡനിലൊക്കെ വീടിൻ്റെ വെക്കുകയാണെങ്കിൽ പൂവൊക്കെ ഇങ്ങനെ വിടർന്ന് നിൽക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഇപ്പോൾ ഒട്ടുമിക്ക ഗാർഡൻസിലും ഈ ഒരു പ്ലാന്റ് അവൈലബിൾ ആണെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഉപകാരപ്രദമായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ചാനൽ ഷെയർ ചെയ്യുക.